സൗവർണിക ഈ കേരളത്തിലെ ഒരു അനിഷേധ്യ നേതാവായി പടർന്നു പന്തലിച്ച ഒരു നേതാവാണ് സഖാവ് പിണറായി വിജയൻ. മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴും അദ്ദേഹം ഒരു പാർട്ടി സെക്രട്ടറി, പാർട്ടിയുടെ ഒരു ആളായി തന്നെ നിലകൊണ്ട ഒരു മുഖ്യമന്ത്രിയായി തന്നെ കരുതാം. നമുക്ക് പരിശോധിച്ചാൽ ഈ കേരള ചരിത്രത്തിൽ തന്നെ ഇത്രയധികം ഒരു പാർട്ടി നേതാവായി മാത്രം നിലകൊള്ളുന്ന ഒരു മുഖ്യമന്ത്രി ഇത് പിണറായി വിജയൻ മാത്രമായിരിക്കും. അതുകൊണ്ട് തന്നെ CPM-ൽ തന്നെ പിണറായി വിജയനെതിരെ ഒരു വികാരം ശക്തമാണ്. കാരണം ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പോടുകൂടി തന്നെ അത് വ്യക്തമായി കഴിഞ്ഞു. നേരത്തെ ശബരിമലയിലെ സ്ത്രീ പ്രവേശനം ചർച്ചയായപ്പോൾ തന്നെ CPM-ന്റെ നിലപാടുകളോട് CPM-ൽ തന്നെയുള്ള കുറേ വിശ്വാസികളായ ജനങ്ങളുണ്ട്. അവർക്ക് CPM-ന്റെ നിലപാടുകളോട് വ്യക്തമായ എതിർപ്പുണ്ടായിരുന്നു. അത് തന്നെ BJP വളരാനും കുറച്ച് കാരണമായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ വിലയിരുത്തുന്നതിനായി CPI-യുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗങ്ങൾ ചേർന്നപ്പോൾ അതിലുണ്ടായ ഒരു വിലയിരുത്തൽ വളരെ ശ്രദ്ധേയമാണ്. കാരണം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും പിണറായി വിജയന് കൊടുത്തിട്ടുള്ളൊരു പേരാണല്ലോ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞിട്ട്. മുങ്ങാത്ത കപ്പലിലെ ക്യാപ്റ്റനാണ് കപ്പിത്താൻ. അതെ, കപ്പിത്താൻ ക്യാപ്റ്റനാണ് അദ്ദേഹം. അതെ, ക്യാപ്റ്റനാണെന്ന് പറഞ്ഞാൽ പിണറായിയാണ് ക്യാപ്റ്റനായി CPM-നെ നയിക്കുന്നത് എങ്കിൽ CPI-ക്ക് മുന്നണിയിൽ ചില അതൃപ്തികൾ ഉണ്ട് എന്നാണ് പറയുന്നത്. ഇത് ആദ്യമായല്ല CPI-യെ CPM ചതിക്കുന്നത്. PM ശ്രീ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ CPI-ക്ക് നല്ല തിരിച്ചടികൾ CPM-ൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ CPI എന്ന് പറഞ്ഞാൽ CPM-ന്റെ ഇവർ ജ്യേഷ്ഠ അനുജന്മാർ പോലെ തന്നെയാണ്. അപ്പോൾ ഈ ജ്യേഷ്ഠനാര് അനിയനാണ് എന്ന ഈ ചില അനിയന്മാർ ജ്യേഷ്ഠനേക്കാൾ വളർന്ന് പന്തലിക്കുന്നത് പോലെയാണ് CPM-ന്റെ ഒരു അവസ്ഥ. അപ്പൊ CPI ഒതുക്കപ്പെട്ട ഒരു ജ്യേഷ്ഠനാണ് CPM-ന്റെ വലിയേട്ടൻ മനോഭാവം. അപ്പൊ അത് CPI-യെ അങ്ങ് ചെറുതാക്കി. അപ്പോൾ CPI-ക്ക് പ്രകടമായി തന്നെ ഈ അതൃപ്തി ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇത് ഈ CPM-ലെ പിണറായി വിജയൻ എന്ന നേതാവിന്റെ അപ്രമാദിത്വത്തെ എങ്ങനെയെങ്കിലും ബാധിക്കാൻ സാധ്യതയുണ്ടെന്ന് കരുതുന്നുണ്ടോ? ചേച്ചി, സ്വാഭാവികമായും CPM-ന്റെ അകത്ത് തന്നെ പലർക്കും പിണറായി വിജയൻ എന്ന സഖാവിനോട് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോട് ഈ പറയുന്ന പോലെ സ്നേഹമോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയായി തുടരണം, ഇത് എന്താണ് ഈ കപ്പൽ ആടിയിലേക്കയില്ല സാർ, ഇതിനൊരു കപ്പിത്താനുണ്ട്, ഇദ്ദേഹം തന്നെ കപ്പിത്താനായി ഇരിക്കണമെന്ന് CPM-ന്റെ അകത്ത് പോലും പല നേതാക്കൾക്കും താല്പര്യമില്ല. പക്ഷെ അവരത് തുറന്നു പറയുന്നില്ല. നമുക്കറിയാം പിണറായി വിജയൻ തുറന്നു പറഞ്ഞാൽ അവർ പാർട്ടിയിൽ ഒറ്റപ്പെടുമെന്നുള്ള ഭയമുണ്ട് അവർക്ക്. തീർച്ചയായും നമുക്കറിയാം ഈ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതിനു ശേഷം അല്ലെങ്കിൽ പിണറായി വിജയൻ പാർട്ടിയെ നയിക്കുമ്പോൾ പിണറായി വിജയൻ ഒരു ഏകാധിപതിയാണ്. പിണറായി വിജയൻ തീരുമാനിക്കും. പിണറായി വിജയനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നവർക്ക് നിൽക്കാമെന്ന നിലപാടാണ്. PM ശ്രീയിൽ ഒപ്പുവെച്ചതുപോലും പിണറായി വിജയനും വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള ശിവൻകുട്ടിയും കൂടി മാത്രം പറഞ്ഞിട്ടാണ്. അന്നും ഇവർ ഈ CPI ചതിച്ചിരുന്നു. അവർക്ക് ബ്രിട്ടാസ് പാലമിട്ട് കൊടുത്താണ് ഇത് അത് ഒടുവിലാണ് ഇതൊക്കെ പുറത്തു വരുന്നത്. ബ്രിട്ടാസാണ് അതിന് നേതൃത്വം വഹിച്ചത് എന്നുള്ളത്. അപ്പൊ ഇത് വ്യക്തമായി ഇവർ പറഞ്ഞ എന്താ, നമുക്ക് മാറ്റങ്ങൾ വരുത്താം, സാധിക്കും എന്ന് പറഞ്ഞു. അതൊക്കെ വെറും കള്ളത്തരമായിരുന്നു എന്ന് പിന്നീട് തിരിച്ചറിഞ്ഞില്ലേ? അല്ല, ഇപ്പൊ ഈ പറയുന്ന പോലെ ഈ CPI എല്ലാ കാലത്ത് ഇപ്പോ ഈ അടുത്തായി CPI തഴയുന്ന ഒരു മനോഭാവമാണ്. തങ്ങളാണ് വലിയ കക്ഷി, തങ്ങൾക്ക് CPI ഒന്നുമല്ല. ഇപ്പൊ നമ്മൾ ഒരു LDF എന്ന് പറയുമ്പോൾ CPM-ന് കിട്ടേണ്ട അതേ പരിഗണന CPI-ക്കും കിട്ടണം. ഒരു തീരുമാനമെടുക്കുമ്പോൾ CPI-യുടെ പരിഗണന, CPI-യുടെ അഭിപ്രായങ്ങൾ കൂടി പരിഗണിക്കണം. പക്ഷേ CPM-ന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മനോഭാവം താൻ തീരുമാനമെടുക്കും, ബാക്കിയുള്ളവർ അത് അനുസരിക്കണം. അനുസരിക്കാൻ പറ്റാത്തവർക്ക് പാർട്ടിയിൽ നിന്ന് പുറത്തു പോകാം, അല്ലെങ്കിൽ പാർട്ടിയിൽ ഒറ്റപ്പെടുത്താം, അല്ലെങ്കിൽ പാർട്ടിക്കകത്ത് അവരെങ്ങനെയൊക്കെ വേട്ടയാടാമോ അങ്ങനെയൊക്കെ വേട്ടയാടാം. പിന്നെ നമുക്കറിയാം പണ്ടും പാർട്ടിക്കെതിരെ പറഞ്ഞവരുടെയൊക്കെ സ്ഥിതിയും ഗതിയും എന്താണെന്ന്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ പലരും എന്ത് ചെയ്യും, പല നേതാക്കളും ഭയന്നിട്ട് അഭിപ്രായം പറയില്ല. അതാണ് ഇവിടെ നടക്കുന്നത്. ഇപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ CPM എടുക്കുന്ന നിലപാടുകളൊക്കെ ഇപ്പൊ പരാജയമാണ്. പക്ഷേ CPI-യുടെ നിലപാടുകൾ കുറച്ചുകൂടി ജനപക്ഷ നിലപാടുകളാണ്. PM ശ്രീയിൽ ഒപ്പുവെച്ച വിഷയത്തിൽ CPI എടുത്തതായിരുന്നില്ലേ ശരിയായ നിലപാട്? കേരളത്തെ ഒറ്റുകൊടുക്കാൻ, കേരളത്തെ മോദി സർക്കാരിന് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന് വഴങ്ങില്ല എന്ന CPI-യുടെ നിലപാടായിരുന്നു ശരിയെന്ന അഭിപ്രായമാണ് എനിക്ക്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ അടപടലം തോറ്റ് തുന്നം പാടി നിൽക്കുമ്പോൾ CPI എടുക്കുന്ന നിലപാടല്ലേ ശരി? CPM പറയുന്നത് പോലെ CPM-ന്റെ പല യോഗങ്ങളിലും, തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ, പത്തനംതിട്ട യോഗത്തിലൊക്കെ വലിയ രീതിയിൽ ശബരിമല വിഷയം ചർച്ച ചെയ്യപ്പെട്ടു. ശബരിമല വിഷയം വോട്ടർമാരെ സ്വാധീനിച്ചു എന്ന് പറയുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ചേർന്ന CPM സംസ്ഥാന യോഗത്തിൽ പറഞ്ഞു പത്മകുമാറിനെതിരെ നടപടി എടുക്കാതിരുന്നത് വലിയ തിരിച്ചടിയായി. അയ്യപ്പ സംഗമം മറ്റൊരു തലത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ടു. സത്യത്തിൽ മറ്റൊരു തലത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ടതല്ല, യഥാർത്ഥ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ടല്ല. ശരിക്കും അത് വോട്ട് ബാങ്കുകൾ ലക്ഷ്യമിട്ട്, വിശ്വാസികളായ ആൾക്കാരുടെ വോട്ട് മാത്രം ലക്ഷ്യമിട്ട്, ഭൂരിപക്ഷത്തെ ഉദ്ദേശിച്ച് മാത്രം നടത്തിയ ഒരു അയ്യപ്പ സംഗമമായിരുന്നു. കാരണം ശബരിമലയിലെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഒരു തിരിച്ചടി ഉണ്ടായി എന്നുള്ള പൂർണ്ണ ബോധ്യം
CPM കൊണ്ട് മാത്രമാണ് ഈ ഒരു അയ്യപ്പ സംഗമം ഇവിടെ ഇപ്പോൾ സർക്കാർ ചെലവിൽ സംഘടിപ്പിച്ചത്. അവരെന്ത് കരുതി, ഇതിൽ അങ്ങ് അതിജീവിക്കാമെന്ന് കരുതി. അപ്പോഴേക്കും ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള ആരോപണങ്ങൾ വന്നപ്പോൾ പറഞ്ഞത് എന്താണ്, അയ്യപ്പ സംഗമത്തിനെ പൊളിച്ചെടുക്കാൻ വേണ്ടി വെറുതെ നടത്തുന്ന ആരോപണമാണ് ഇതെന്ന്. മാത്രമല്ല അതിൽ പത്മകുമാർ വരെ അറസ്റ്റിലായപ്പോൾ എന്താ MV ഗോവിന്ദൻ മാസ്റ്റർ പറയുകയാണ്, അന്വേഷണം നടക്കട്ടെ, കുറ്റവാളിയാണെന്ന് തെളിയട്ടെ, അപ്പോൾ നമുക്ക് നടപടിയെടുക്കാമെന്ന്. അതേസമയം ജനങ്ങളുടെ മുന്നിൽ അവർക്ക് ആരാണ് മാതൃകയായത്? കോൺഗ്രസ് മാതൃകയായി. എങ്ങനെ? ഒരു ആരോപണം, ഒരു ലൈംഗിക അതിക്രമ ആരോപണം വന്നപ്പോൾ കൃത്യമായി കോൺഗ്രസ് നിലപാടെടുത്തു. പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന, സസ്പെൻഡ് ചെയ്യുന്ന രീതിയിലേക്ക് നിലപാട് അപ്പോൾ തന്നെ എടുത്തു. കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ അതിനെതിരെ വിമർശനങ്ങളുണ്ടായി. എന്നാൽ പോലും VD സതീശൻ പറഞ്ഞ അതിന് പൂർണ്ണ ബോധ്യത്തോടുകൂടി. അല്ല ചേച്ചി, അവിടെ ഒരു കാര്യമുണ്ടല്ലോ, കോൺഗ്രസ് എന്ന് പറയുന്നത് ജനാധിപത്യ പാർട്ടിയാണ്. എന്ന് പറയുന്നുണ്ടെങ്കിലും കൃത്യമായ നിലപാടെടുത്തത് ഈ ആൾക്കൂട്ട പാർട്ടി തന്നെയാണ്. അതേസമയം CPM എന്താ ചെയ്തത്? അവർ പ്രൊട്ടക്ട് ചെയ്തു. എന്നിട്ട് ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നു. അയ്യപ്പ സംഗമവും അയ്യപ്പ ഭക്തർക്ക് CPM ആ ഒരു വിരുദ്ധ അഭിപ്രായവും എല്ലാം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു എന്ന് സകലരും പറയുമ്പോഴും CPM മാത്രം അത് അക്സെപ്റ്റ് ചെയ്യാതിരുന്നു. ഏറ്റവും ഒടുവിൽ അവർക്ക് അത് അംഗീകരിക്കേണ്ടി വന്നു പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ. ചേച്ചി കഴിഞ്ഞ ദിവസം പറയുന്നുണ്ട്, പത്മകുമാറിനെതിരെ നടപടി എടുക്കാതിരുന്നത് പൊതുസമൂഹത്തിന്റെ മുന്നിൽ CPM നെഗറ്റീവായി എന്ന് യോഗത്തിൽ പറഞ്ഞിട്ട് ഇന്നലെ MV ഗോവിന്ദൻ വന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞൊരു വാക്കുണ്ട്, സർക്കാരിനെ പറ്റി ജനങ്ങൾക്ക് നല്ല അഭിപ്രായം. BJPയും UDFും വോട്ട് പിടിച്ചത് മുസ്ലിം ലീഗിനെയും SDPI പോലുള്ള വർഗീയ സംഘടനകളെയും ഒപ്പം നിർത്തിക്കൊണ്ടാണ് കള്ള പ്രചരണങ്ങൾ നടത്തിയിട്ടാണ്. അപ്പൊ ഇവരെന്താണ് പറയുന്നത്? CPMന്റെ യോഗത്തിൽ എടുക്കുന്ന നിലപാടൊന്ന്, അടുത്ത ദിവസം വന്ന് MV ഗോവിന്ദൻ മാധ്യമങ്ങളോട് പറയുന്നത് മറ്റൊന്ന്. ഇപ്പൊ ഈ വന്ന് ഇപ്പൊ MV ഗോവിന്ദൻ എന്താണ് പറയുന്നതെന്ന് MV ഗോവിന്ദനും അറിയില്ല, പാർട്ടിക്കാർക്കും അറിയില്ല, മാധ്യമങ്ങൾക്കും അറിയില്ല, പൊതുജനങ്ങൾ പോലെ ഇയാൾ എന്തൊക്കെ പറയുന്നു എന്നുള്ള ഒരു അവസ്ഥയാണ്. ഇപ്പൊ ഒന്ന് പറയുന്നത് വേറെ സമനില തെറ്റിയവരെ പോലെയാണ് അദ്ദേഹം പെരുമാറുന്നത്. തെരഞ്ഞെടുപ്പിന് മുന്നേ നമുക്കറിയാം പെൻഷൻ വർദ്ധിപ്പിക്കുന്ന ആ ഒരു സമയത്തൊക്കെ മുഖ്യമന്ത്രിക്ക് പത്രസമ്മേളനം വിളിക്കാനറിയാം, മാധ്യമങ്ങളോട് സംസാരിക്കാനറിയാം. എങ്കിൽ പിന്നെ റിസൾട്ട് വന്നതിന് ശേഷം അതിനെ പറ്റിയിട്ടൊരു വാർത്താ സമ്മേളനം വിളിച്ചു കണ്ടില്ലല്ലോ. ആവശ്യമുള്ളപ്പോൾ മാത്രമേ അവർ വാർത്താ സമ്മേളനം നടത്തൂ എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് വ്യക്തമായി അറിയാവുന്നതാണ്. ഇവിടെ ഇരുന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാധ്യമങ്ങളെ കാണുന്നില്ല എന്ന് ഘോരഘോരം നിലവിളിക്കുന്നവർ മുഖ്യമന്ത്രി പിണറായി വിജയൻ എങ്ങനെയാണ് മാധ്യമങ്ങളെ കാണുന്നത്, ഏത് തരത്തിലാണ് മാധ്യമങ്ങളെ അപ്രോച്ച് ചെയ്യുന്നത്? മാധ്യമങ്ങളോട് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ജനങ്ങളോട് സംസാരിക്കുക, ജനങ്ങളോട് അവർക്ക് പറയാനുള്ളത് മാത്രം. ഈ ശബരിമല കൊള്ള ആരോപണങ്ങൾ വരികയും തുടർന്ന് ഇത്രയും നടപടികൾ, ഇവിടെ അന്വേഷണം നടന്നു, ഇത്രയും ആരോപണങ്ങളും സംഭവ വികാസങ്ങൾ ഉണ്ടായപ്പോഴും മുഖ്യമന്ത്രി വാ തുറന്ന് ഈ വിഷയത്തിൽ ഒരക്ഷരമല്ല 2 അക്ഷരം മിണ്ടിയിട്ടുണ്ടോ? ഇല്ല. അതേസമയം ഒരു കോൺഗ്രസ്സുകാരന്റെ മേൽ ആരോപണം വന്നപ്പോൾ ഉടനെ എന്താണ്, സ്ത്രീലമ്പടന്മാരാണ്. അതും തെരഞ്ഞെടുപ്പ് ദിവസം വോട്ട് ചെയ്തിട്ട് വന്നപ്പോ മുഖ്യമന്ത്രി പറഞ്ഞ വാക്കാണത്. അപ്പൊ മുഖ്യമന്ത്രി അറിഞ്ഞിരുന്നില്ല, തന്റെ കാൽച്ചുവട്ടിലെ മണ്ണെല്ലാം ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് താൻ ഈ പ്രസ്താവന ഇറക്കുന്നതെന്ന്. അപ്പൊ അതുകൊണ്ട് CPI ഇപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ തിരിയുമ്പോൾ CPMൽ എന്തായാലും ഒരു വലിയൊരു വിഭാഗം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അപ്രമാദിത്വത്തിനെതിരെ കാലങ്ങളായി, അതായത് അവർ അമർഷം ഉള്ളിലടക്കി കഴിയുന്നവരാണ്. ഇപ്പൊ ഇത് കേൾക്കുമ്പം കുറച്ച് പിണറായി ആരാധകർ വന്ന് പറയും, നമ്മൾക്കാണ് സ്വബോധമില്ലാത്തതെന്ന് പറയും. പക്ഷേ നിങ്ങളൊന്ന് ചിന്തിക്കുക, എന്താണ് CPMൽ നടക്കുന്നത്, കേരളത്തിൽ നടക്കുന്നത്? യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാതെ, യാഥാർത്ഥ്യ ബോധമില്ലാതെ അവരവരുടെ താല്പര്യങ്ങൾ നിലനിർത്താൻ വേണ്ടി വെള്ളാപ്പള്ളി നടേശനെയും കൊണ്ട് മുഖ്യമന്ത്രിയുടെ കാറിൽ വന്നതിനെ കുറിച്ച് ഈ ക്യാപ്സൂൾ വിതരണക്കാരായ സഖാക്കന്മാർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല. വെള്ളാപ്പള്ളി നടേശനെ പോലെ ഇത്രയും വർഗീയത പ്രചരിപ്പിക്കുന്ന, ശരിക്കും വെള്ളാപ്പള്ളി നടേശൻ മണ്ടത്തരം പറഞ്ഞതല്ല, അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയാതെ കൊണ്ട് നടന്നതും പ്രൊമോട്ട് ചെയ്തതുമല്ല. യഥാർത്ഥത്തിൽ വെള്ളാപ്പള്ളി നടേശൻ BJPക്ക് വേണ്ടി തന്നെയാണ് വായു തുറന്നതും ഇത്തരം വർഗീയ പ്രസ്താവനകൾ നടത്തിയതും. അതിന് മൗനമായി മുഖ്യമന്ത്രി സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. അതെ, പലപ്പോഴും ഇവിടെ ആരോപണം ഉണ്ടാകാറുണ്ട്, ഒരു CJP മോഡാണ് ഇവിടെ ഓൺ ആയിരിക്കുന്നതെന്ന്. അത് വ്യക്തമാക്കുന്നത് തന്നെയാണ് വെള്ളാപ്പള്ളി നടേശനെ ഈ മുഖ്യമന്ത്രി പ്രൊട്ടക്ട് ചെയ്തതും കൂടെ കൊണ്ട് നടന്നതും. ആ വർഗീയ പ്രചാരണങ്ങൾക്കെതിരെ ഒരു ചെറുവിരൽ അനക്കാനോ ഒരു വാക്ക് മിണ്ടാനോ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല. വേറെ ആരെങ്കിലും ആണെങ്കിൽ ഇങ്ങനെ വെച്ചേക്കുവോ? ഇല്ല. അപ്പോൾ അത്രയും പ്രൊമോട്ട് ചെയ്തതെല്ലാം ഇവിടെ ഒരു BJP CPM അന്തർധാര ഉണ്ട് എന്ന് വ്യക്തമാക്കുന്നുണ്ട്. എന്നിട്ടും കൂടി പറയുകയാണ്, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ വോട്ടാണ് BJP, കോൺഗ്രസും BJPയും തമ്മിലാണ് ധാരണയെന്ന്. വേറെ എല്ലാം വിടും. തിരുവനന്തപുരത്തെ
മാത്രം ഫലം പരിശോധിച്ചാൽ മതി. LDFന്റെ കയ്യിലായിരുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ ഇപ്പോൾ ആരുടെ കയ്യിലിരിക്കുന്നു? അവിടെ UDF അവരുടെ വോട്ട് വിഹിതം കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ LDF പറയുന്നത് പോലെ UDFും BJPയും തമ്മിൽ വോട്ട് കച്ചവടം? അത് അവരുടെ ക്യാപ്സ്യൂൾ ആണല്ലോ ചേച്ചി. നമുക്കറിയാം, നമുക്കല്ല, കേരളത്തിലെ പൊതുസമൂഹത്തിന് അറിയാം. PM ശ്രീ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ആര് തമ്മിലായിരുന്നു അന്തർധാര എന്ന് കേരളം കണ്ടതാണ്. അപ്പോൾ ഇനി എന്തൊക്കെ പറഞ്ഞ് ന്യായീകരിക്കാൻ ശ്രമിച്ചാലും, പക്ഷേ എനിക്ക് തോന്നുന്നു ഈ നിലവിലെ ഇടതുപക്ഷത്തിന്റെ ഒരു പോകുന്ന രീതി അനുസരിച്ച്, അല്ലെങ്കിൽ അവർ ഫോളോ ചെയ്യുന്ന പൊളിറ്റിക്സ് അനുസരിച്ച്, മുഖ്യമന്ത്രി പിണറായി വിജയനെ തൊടാനോ പിണറായി വിജയനെതിരെ പറയാനോ CPM-ലെ മുതിർന്ന നേതാക്കൾ താല്പര്യമുണ്ടെങ്കിൽ പോലും മുതിരാൻ സാധ്യതയില്ല. പിന്നെ ഒരു വലിയ ആയിടത്താണ് CPI ഈ ഒരു ധൈര്യം കാണിച്ചിരിക്കുന്നത്. അപ്പൊ അതിന് അഭിനന്ദിക്കാതിരിക്കാനും കഴിയില്ല യഥാർത്ഥത്തിൽ. പക്ഷേ ഈ CPI-യുടെ ഈ ധൈര്യം എന്താണ്, CPI ഉദ്ദേശിച്ച തലത്തിൽ എത്തുമെന്നുള്ളൊരു ചോദ്യമുണ്ട്. കാര്യം ഇപ്പോഴും വലിയേട്ടൻ മനോഭാവത്തിലാണ് CPI മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് CPI വെറുതെ പറഞ്ഞതായി തീരുമോ, അതോ ഇനിയിപ്പം എന്താണ് തിരിച്ചറിവുണ്ടായി മുഖ്യമന്ത്രി പിണറായി വിജയനെ മാറ്റി മറ്റൊരാളെ, അല്ലെങ്കിൽ ഇനി പുതിയൊരു ക്യാപ്റ്റനെ ഇവർ കണ്ടെത്തുമോ എന്ന് കണ്ടറിയാം.